മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അഭയം തേടുന്ന 4 കാര്യം ഏതാണത്? അതുപോലെ വേറൊരു 4 അഭയം തേടും സുഹൃത്തുക്കളെ ദാവൂദ് നബി റബ്ബോടും. അതിലൊന്ന് സന്താനങ്ങളാധികാരം കാട്ടുന്നതാണവർ തൻ്റെ മേൽ അധികാരം. തൻ്റെ മേൽ അധികാരം നടത്തുന്ന മക്കൾ, ആ മക്കളെ തൊട്ട്, അങ്ങനത്തെ മക്കളെ തൊട്ടും ദാവൂദ് നബി അലൈഹിസ്സലാം കാവൽ തേടും. നിരവന്ന് കൂടാൻ പ്രായവും അതിനുണ്ട്, അത് വേഗമിൽ വരുത്തുന്ന ഇണയാരണ്ട്. നിര വന്നുകൂടാൻ, അതായത് നിര വരാനൊരു പ്രായമുണ്ട്. ആ പ്രായമാകാതെ തന്നെ നിര വരുത്തുന്ന ചില ഇണകൾ, അങ്ങനെ കുറച്ച് ഇണകളുണ്ട്. അപ്പോൾ അതാണ് ദാവൂദ് നബി അലൈഹിസ്സലാം പറയുന്നത്. അങ്ങനത്തെ ഇണയെയും തൊട്ടും അഭയം തേടുമാറി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. പിന്നെന്താണ്? തനിക്കാപത്തായി തീരുന്ന മാലും 3, അത് അധികരിച്ചാൽ ഷർറു തന്നാണെന്ന. അതുപോലെ തന്നെ തനിക്കാപത്തായി തീരുന്ന മുതൽ, അതും പിന്നെ മുതലും കൂടുതലുണ്ടായ പ്രശ്നം തന്നെയല്ലേ. അതിനെ തൊട്ടും അഭയം തേടും മഹാനായ ദാവൂദ് നബി. മറക്കുന്നതാ ഗുണം കണ്ടതെന്നിൽ നിന്ന്, പൊളിക്കുന്നതാ സൂ എന്നിരുള്ളതുമന്ന്. ഈ രീതിയിൽ എനിക്കുള്ള ജാറ 4, ഇവ 4 കൊണ്ടും ക്ലേശമാണ് അഹ്വാല്. അപ്പോൾ എന്താ പറഞ്ഞത്? അയൽവാസി എല്ലാ കാര്യങ്ങളും പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുന്ന അയൽവാസികൾ, അങ്ങനത്തെ അയൽവാസി നല്ലതായിരിക്കുക എന്നർത്ഥം. അപ്പോൾ നല്ലതല്ലാത്ത അയൽവാസികളെ തൊട്ടും എന്താവും? ദാവൂദ് നബി അലൈഹിസ്സലാം അഭയം തേടിയിരുന്ന 4 കാര്യം. അതാണ് അഭയം തേടിയിരുന്ന 4 കാര്യം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 151 വിവരിച്ചതാ. ദാവൂദ് നബി ചോദിച്ചതും ഒഴിച്ചിട്ടതും നൽകണമേ ഞങ്ങൾക്കിലാഹി നീയതും.